മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആർസിഎമ്മിൽ ഇൻവെസ്റ്റ്മെന്റേ ഇല്ല എന്ന് ഞാൻ പറയും. മിനിമം ഇൻവെസ്റ്റ്മെന്റ് മീൻസ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വേണ്ട ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്പം കൂടി മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വാൾ വീട്ടിൽ തുടങ്ങുക. ഡിസ്പ്ലേ വാൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആർസിഎമ്മിൽ വരുന്ന ഒരാൾ കണ്ടെത്തിയാൽ നമുക്ക് ഈ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. നോ ഓഫീസ്, നോ സ്റ്റാഫ്, നോ റിസ്ക്. ഒരാളെ മെമ്പർഷിപ്പ് എടുപ്പിച്ചു, ആ കമ്പനിയിൽ അയാൾ വർക്ക് ചെയ്തില്ല, അടുത്ത ദിവസം പോകുമ്പോൾ നമ്മളെ കോളർമാരെ പിടിക്കില്ല. കാരണം എന്താ, അയാളുടെ വീട്ടിലേക്കുള്ള ഉപ്പ്, മല്ലി, മുളക്, മഞ്ഞൾ, ആട്ട, ഓയിൽ വാങ്ങിച്ചിട്ട് അയാൾ ജോയിൻ ചെയ്തു. അയാൾ പുറത്ത് വാങ്ങുന്നതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് കിട്ടി, വിലക്കുറവിൽ കിട്ടി. 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിച്ചപ്പോൾ അയാൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. എല്ലാം കൊടുക്കുന്നു, അയാൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരു റിസ്ക്കും നമ്മുടെ ഈ മെമ്പർഷിപ്പിലേക്ക്, ഈ കമ്പനിയിലേക്ക് ഒരാൾ അസോസിയേറ്റ് ബയർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കില്ല. സിസ്റ്റം വെരി ഈസി, ആർക്കും ടു അണ്ടർസ്റ്റാൻഡ്, ആർക്കും മനസ്സിലാക്കാൻ ഇത് വളരെ ഈസിയാണ്. വർക്കിംഗ് പീപ്പിൾ ഡിസ്ട്രിബ്യൂട്ടർ വിൽ ഗെറ്റ് വർക്കിംഗ് പീപ്പിൾ ആണെങ്കിലും സാധാരണ ഫുൾ ടൈമർ ആണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു കണ്ടീഷനും ഇല്ല. ഓൺലി നമ്മളുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ട് മാത്രം. പ്രോഫിറ്റ് ഫ്രം ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ആർസിഎമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇൻകവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് തരുന്നു. അത് ഒഴുകി ഒഴുകി വന്ന് നമ്മൾ അതിൽ ഒരു ബോധം ചെയ്യേണ്ട, നമ്മൾ അറിയേണ്ട, അത് വന്നുകൊണ്ടേയിരിക്കും. 2005 എന്റെ കൂടെ ജോയിൻ ചെയ്ത ഒരാൾക്ക് റോയൽറ്റി ആവണമെങ്കിൽ 2500 റോയൽറ്റി ആവണമെങ്കിൽ 3.5 ലക്ഷം ഒരു സൈഡിലും വേറെ സൈഡിലും 1.15 വന്നാൽ റോയൽറ്റി ഗോൾഡ് ആവാം. എത്ര പ്രൊഡക്റ്റാ? 30 പ്രൊഡക്റ്റ്. അന്നേരം 7 ചായപ്പൊടി വാങ്ങിച്ചാൽ 28 PV. ആകെ 30 പ്രൊഡക്റ്റ്. അതിൽ 12 പ്രൊഡക്റ്റേ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതുള്ളൂ. അതിലൂടെ നമുക്ക് റോയൽറ്റി എത്തണമെങ്കിൽ 3.5 ലക്ഷവും 1.15. ഇന്ന് റോയൽറ്റി ഗോൾഡ് എത്താൻ എത്രയാ ടാർഗറ്റ്? സെയിം ടാർഗറ്റ്. ഇന്ന് എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? 400 മേലെ പ്രൊഡക്റ്റ്. നമുക്ക് വേണ്ട 400 മേലെ പ്രൊഡക്റ്റ്. അന്ന് എലൈറ്റ് ചായപ്പൊടിക്ക് 28, അതേ എലൈറ്റ് ചായപ്പൊടിക്ക് 116 PV. 116 PV. അപ്പോ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ കൂടുമ്പോൾ സക്സസ് വരുന്നില്ല. വൈ? കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ കയറി വരുന്നില്ല. കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നില്ല. ദിസ് ഈസ് അവർ സ്ട്രെങ്ത്. എന്താണ് ആർസിഎമ്മിന്റെ പവർ ഓഫ് ദി ടീം വർക്ക് ആണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടീം വർക്കിലൂടെയാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുക. സെയിൽസിലൂടെയോ ഉപയോഗത്തിലൂടെയോ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ടീം വർക്ക് ഏറ്റവും പറഞ്ഞത്. ദാറ്റ് ഈസ് അവർ സ്ട്രെങ്ത്. ചെക്ക് ആൾ ലീഗാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നിങ്ങൾ ആർസിഎമ്മിന്റെ ലീഗാലിറ്റി ചെക്ക് ചെയ്തോളൂ. എല്ലാ കമ്പനിയുടെ ലീഗാലിറ്റിയും നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെയും കണ്ടിട്ടുണ്ടോ? അവരാരും കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ക്രെഡിബിലിറ്റി, മാനേജ്മെന്റ്, ആർസിഎം വിഷൻ ആൻഡ് മിഷൻ എല്ലാം നമ്പർ 1. നമ്മൾ ബോധരേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ 10 തലമുറയെ 10 ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശക്തമാണ്. ഓക്കെ, വേണം കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് ആർസിഎം ബെനിഫിറ്റ് ഇൻ ബ്രീഫ്. ആർസിഎമ്മിന്റെ ബെനിഫിറ്റ് വളരെ ചുരുക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒറിജിനൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. കെമിക്കൽ ഫ്രീ ഹെർബൽ വെജിറ്റേറിയൻ പ്രോഡക്ട്സ്. ഡെവലപ്പിംഗ് പബ്ലിക് റിലേഷൻഷിപ്പ്. ഞാൻ എന്റെ സ്ഥലം എവിടെയാ? ഞാൻ എവിടെ ചേർന്ന? ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നു? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അല്ലെ. ആർസിഎം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് രാജുമായിട്ട് റിലേഷൻ ഉണ്ടോ? നാസർ സാറായിട്ട് റിലേഷൻ ഉണ്ടോ? രാംസ്വാമി സാറായിട്ട് റിലേഷൻ ഉണ്ടോ? നോ റിലേഷൻ. ആർസിഎം ഇന്ന് ഇന്ത്യയിലെ 23 സ്റ്റേറ്റിൽ എനിക്ക് റിലേഷൻ ഉണ്ടാക്കി തരുന്നു. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് വലിയ ഇടി വെട്ടി മഴ പെയ്തു. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. കിണികിണി ഒരു സൗണ്ട്. അപ്പൊ ഇടി വെട്ടുമ്പോ കിണികിണി അല്ലല്ലോ ഇടി വെട്ടുക, തോന്നുന്നുണ്ടല്ലോ വെട്ടുക. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതെന്താ സൗണ്ട്? ഞാൻ റൂമിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ചുറ്റുവട്ടത്തൊക്കെ നടന്നു നോക്കി, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ എന്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ചു. വെറുതെ ആർസിഎമ്മിന്റെ സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഗ്രൂപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 58,000 PVയുടെ പർച്ചേസ് നടന്നിരിക്കുന്നു. ആ പർച്ചേസ് നടന്നപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് വീണ പണത്തിന്റെ ഒച്ചക്കണി. ഇന്ത്യയിലെ ഒറീസയില് നമ്മുടെ കാമരാജ് സാറിന്റെ ഒരു ടീമുണ്ട്. 10 ലക്ഷം PV എല്ലാ മാസവും കാമരാജ് സാറിന്റെ ടീമിൽ വരുന്നത്. പക്ഷെ കേരളത്തിലെ കോഴിക്കോട് ഇരിക്കുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് കേട്ടു. കാരണം എന്താ? എവിടെയും 2005 ആർസിഎം ഏറ്റെടുക്കുമ്പോൾ അതറിയാം. 23 സ്റ്റേറ്റ് ആളുകൾ കുളിച്ചാൽ, 23 സ്റ്റേറ്റ് ആളുകൾ പല്ലേച്ചാൽ, 23 സ്റ്റേറ്റ് ആളുകൾ ചപ്പാത്തി കഴിച്ചാൽ, 23 സ്റ്റേറ്റ് ആളുകൾ ഷാമ്പു തേച്ച് കുളിച്ചാൽ, 23 സ്റ്റേറ്റ് ആളുകൾ ഡ്രസ് ഇട്ടാൽ
എന്റെ അക്കൗണ്ടിലേക്ക് അത് വരണമെങ്കിൽ നമ്മള് ആസ് എ ബിസിനസ് എവിടെ ചെയ്യണം? നിങ്ങൾ ചെന്നൈ ചെയ്താൽ മതി. ഞാൻ എവിടെ ചെയ്തുള്ളൂ? കോഴിക്കോട് ചെയ്തുള്ളൂ. ഞാൻ 2005 ആശയം കോഴിക്കോട് തുടങ്ങി 2008 ആദ്യത്തെ സിറ്റിംഗ് നടക്കാറ്. തമിഴ്നാട്ടിലെ ചരിത്രം നിങ്ങൾക്ക് അറിയാത്ത ചരിത്രമുണ്ട്. 2008 ഞാൻ എറണാകുളത്ത് സിറ്റിംഗ് നടന്നപ്പോൾ അവിടെ ജോർജ് എന്ന് പറയുന്ന ഒരാള് ചെന്നൈക്കാരൻ അങ്ങനെ എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ ചെന്നൈയിലേക്ക് ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞു വരാം. എനിക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ടൈമായിരുന്നു. പക്ഷെ കയ്യിൽ സാമ്പത്തിക ശേഷി അത്രയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഡേറ്റ് ഞാൻ ചെന്നൈയിൽ വന്നു. ഞാൻ സെൻട്രൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. 2008 ആണ്, ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ചെന്നൈയിൽ വന്ന റൂം എടുത്തു. നല്ല രസമുള്ള കറിയാ. ചെന്നൈയിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ MD, അയാളൊരു കമ്പനി ജീവനക്കാരനാണ്, കമ്പനിയുടെ MD കൽക്കത്തയിൽ വന്നിട്ടുണ്ട്, സാർ ഒരു 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യണം, ഇയാൾ പോയാലേ എനിക്ക് ലീവ് കിട്ടുള്ളൂ. എന്റെ 2 ദിവസം പോയി. 2 ദിവസം ഞാൻ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സാർ ഒരു 4 ദിവസം കൂടി നിൽക്കേണ്ടി വരും, ഇയാൾ ഇവിടുന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല. എന്റെ MD. എന്റെ പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ പൈസ ഇല്ല. ഞാനൊരു ഡോർമെറ്ററിലേക്ക് മാറി 2 ദിവസം കൂടി നിന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളോട്, അപ്പൊ മൊത്തം എത്ര ദിവസമായി? 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാഴ്ചക്ക് ഇയാൾ പോകുന്ന സാറേ, ഇനി എന്താ ചെയ്യാ? ഞാൻ നോക്കി, പണമില്ല. സെന്ററിന് 2 ഇഡ്ഡലിയും ഒരു കട്ടൻ ചായയും വെച്ചു. നേരെ അവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ റിസർവേഷൻ ഇല്ല. ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ടിക്കറ്റ് എടുത്തു. കോഴിക്കോട് വരെ നിന്നുപോയി. അത്ര ടൈറ്റ്. കോഴിക്കോട് വരെ നിന്നുപോയി. എന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഡ്രീം ഡെഡ്. വീണ്ടും 6 മന്തിന് ശേഷം എനിക്ക് അയാൾ വീണ്ടും എന്നെ ഫോളോ ചെയ്തു. ഞാനിവിടെ വന്നു. എന്റെ മനസ്സിൽ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഡ്രീം തകർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നു. അന്നായിരുന്നു ഫ്രീ ആയിരുന്നു. 20 പേരെ ജോയിൻ ചെയ്യിച്ചു ചെന്നൈയിൽ. ആരുമില്ലെന്ന് 20 പേരും എന്നെ പോലുള്ള ആളുകളായിരുന്നില്ല. അന്ന് തമിഴ്നാട്ടിൽ എവിടെയും പിക്കപ്പ് സെന്റർ ഇല്ല. കേരളത്തിൽ നിന്ന് കിറ്റ് കൊണ്ടുവന്നാലേ ഇവിടെ ഒരു മെമ്പർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ 20 പേരും ആശയം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോയി. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഡ്രീം. പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, പോകുന്ന സമയത്ത് ഈയോടൊന്ന് ഇറങ്ങണം, ഞാനൊരു കോണ്ടാക്ട് നമ്പർ തരാം, അവരെ പോയി കാണണം. അങ്ങനെ ഞങ്ങള് ഈറോഡ് ഇറങ്ങി. അന്ന് എന്റെ കൂടെ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഈറോഡ് ഇറങ്ങി. ഈറോഡ് ഇറങ്ങിയിട്ട് ഒരു തടിയനായിട്ടുള്ള ഒരു വലിയ മനുഷ്യനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. 1 മിസ്റ്റർ ശ്രീനാഥ്. നാസർ സാറിന് ഓർമ്മയുണ്ടോ? ശ്രീനാഥിന് പ്ലാൻ കൊടുത്തു. ശ്രീനാഥ് ആർസിയിൽ ജോയിൻ ചെയ്തു. ശ്രീനാഥ് ഈറോഡ് ബേസ് ചെയ്ത് ശക്തമായി പ്രവർത്തിച്ചു. തമിഴ്നാട്ടിലെ ആദ്യത്തെ പിക്കപ്പ് സെന്റർ ഈറോഡ് വന്നു. തമിഴ്നാട്ടിൽ ആദ്യത്തെ ഡിപ്പോ ഈറോഡ് വന്നു. ഇന്ന് ശ്രീനാഥ് ഇല്ല, ആ പിക്കപ്പ് സെന്റർ ഇല്ല. അതെ, ആ പിക്കപ്പ് സെന്റർ ഇല്ല. പക്ഷെ അതിന്റെ പിൻതലമുറക്കാരായിട്ട് ഇന്ന് തമിഴ്നാട്ടിലെ 2 എമറാൾഡുമാർ, കാമരാജ് സാർ ആൻഡ് അസ്കർ സാർ, അതിന് താഴെ തൊട്ട് താഴെയായിട്ട് ധാരാളം നാസർ സാറിനെ പോലെ, രാമസ്വാമി സാറിനെ പോലെ, രവി സാറിനെ പോലെ, ജെറി സാറിനെ പോലെ തമിഴ്നാട്ടിലെ ഒരുപടി ടെക്നിക്കൽ അച്ചീവേഴ്സും, സുമാൻ സാറിനെ പോലെ മിസൈൽ ആയിട്ടുള്ള നിരനിര ആക്റ്റീവ് മെമ്പർമാർ ഇന്ന് തമിഴ്നാട്ടില് പണിയെടുക്കുമ്പോൾ 1 കോടി PV എന്ന് എനിക്ക് തമിഴ്നാട് 2008 വന്ന് അവരെ കണ്ടുപിടിച്ച് അതിന് തുടക്കം കുറിച്ച് അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തമിഴ്നാട്ടിലേക്ക് വരാറില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഇന്ന് തമിഴ്നാട്ടിൽ കാണാറില്ല. ഞാൻ എന്റെ വീട്ടിൽ കടന്നുറങ്ങിയാലും തമിഴ്നാട്ടിൽ നിങ്ങൾ കുളിച്ചാൽ എനിക്ക് പണം കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നാളെ മുതൽ നിങ്ങൾ കുളിക്കണ്ട. ആ കോഴിക്കോടുകാരന് പണം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കുളിക്കുന്നില്ല നിങ്ങൾ തീരുമാനിച്ചാലോ? നഷ്ടം നിങ്ങൾക്കാണ്, എനിക്കല്ല. 23 സ്റ്റേറ്റില് ആ ടീം വളർന്നു വന്നിരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എവിടെയും ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് ചെയ്താൽ മതി. നിങ്ങളെ ടീം പോകുന്നതിന്റെ പിന്നാലെ അങ്ങനെ പോയാൽ മതി. മനസ്സിലായി. ചെന്നൈ മാത്രമേ ഞാൻ പറഞ്ഞു. ചെന്നൈയിൽ வந்து பாத்தீங்கன்னா சார் அன்னைக்கு எர்ணாகுளத்துல ஒரு மீட்டிங் நடந்துக்கும் போது ஆண்டனி அப்ப அவர் வந்து சென்னையில வந்து ஒரு மாதிரி மீட்டிங் இது பண்ணும் பிசினஸ் அது பாருங்க ஜார்ஜ் ஜார்ஜ் வண்டிக்கு வாங்க அதான் வீட்ல ரைட் திரும்பி போறாரு அதான் போகும்போது நாட்டு அடிப்பாங்க ஓகே ஸ்டோரி எல்லாரும் മനസ്സിലായില്ല ക്ലിയർ ആണോ നമ്മൾ അടുത്തേക്ക് പോവാം ഓക്കേ അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പിംഗ് പബ്ലിക് റിലേഷൻഷിപ്പ് ഇത് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇന്ന് 23 സ്റ്റേറ്റിൽ എനിക്ക് റിലേഷൻ ഉണ്ട് ഞാൻ ഉറങ്ങുമ്പോഴും പൈസ വരും ഉണർന്നിരിക്കുമ്പോഴും പൈസ വരും ഇതൊക്കെ നിങ്ങൾക്കും വരും പക്ഷെ നിങ്ങൾക്ക് പ്രായമോ നിങ്ങളുടെ സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും പ്രശ്നമല്ല
നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഫോളോ കൊടുക്കുക, അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ പിന്നാലെ പോവുക, അവരെ വളർത്താൻ സഹായിക്കുക. 20 ഇയർ കഴിഞ്ഞാൽ ഞാൻ കോളിയറാണ്, എനിക്കിന്ന് വീണ്ടും കടന്നുറങ്ങാൻ ചെന്നൈയിൽ വരേണ്ട ആവശ്യം. ഏത് ദിവസം രാജ് സാറോ തമിഴ്നാട് മീറ്റിംഗോ നടക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, രാത്രി 11 മണിക്ക് ഞാൻ എന്റെ ഷോപ്പിലുണ്ടാവും, സൂം മീറ്റിംഗ്. എന്റെ ലൈഫാണ് ആശയം, എന്റെ പ്രവൃത്തിയാണ് ആശയം, എന്റെ വർക്കല്ല ആശയം, എന്റെ ലൈഫ്, എന്റെ ജീവിതമാണ് ആശയം. ആ തലത്തിലേക്ക് നമ്മൾ മാറാൻ പറ്റുമോ? അച്ചീവ്മെന്റ് നമ്മുടെ പിന്നാലെ ഓടിച്ചിട്ട് പിടിക്കും. സെക്യൂരിറ്റി ഫോർ ജനറേഷൻ. ഇത് മാത്രമല്ല, എന്റെ ഏട്ടന് 2 കുട്ടികളുണ്ട്. ഏട്ടൻ ആരായിരുന്നു? ഗസറ്റ് ഓഫീസർ. ഒരാള് ഡോക്ടറേറ്റ് കഴിഞ്ഞു, മറ്റൊരാള് PG കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 2 പേർക്കും ജോബ് ഗ്യാരണ്ടി ഇല്ല. എന്റെ അനിയന് 2 കുട്ടികളുണ്ട്, അവർക്കും ജോബ് ഗ്യാരണ്ടി ഇല്ല. എന്റെ മകൻ PG കഴിഞ്ഞു. ഞാൻ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് എടുക്കുമ്പോൾ എന്റെ മകൻ അവന്റെ ജോലി ആരംഭിക്കും. 25 lakh rupees മന്ത്ലി ഇൻകം ഏൺ ചെയ്തു. 25 lakh rupees മന്ത്ലി ഇൻകം ഏൺ ചെയ്ത് എന്റെ ജോലി ഞാൻ അവനെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ജനറേഷൻ സെക്യൂരിറ്റി ആശയം തരുന്നത് ജനറേഷൻ സെക്യൂരിറ്റി. രഞ്ജി സാറല്ല ആശയം തുടങ്ങിയത്. എന്റെ കൂടെ വന്നത് KM ജയപ്രസാദ് കാലിക്കറ്റ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് രഞ്ജി സാർ. രഞ്ജി സാറ് ഗൾഫിൽ ജോലിക്കാരനായിരുന്നു. രഞ്ജി സാർ ആശയത്തിലേക്ക് വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. KM ജയപ്രസാദ് എന്റെ കൂടെ വന്നിട്ട് 20 ഇയർ ആയി. അടുത്ത ജനറേഷൻ അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്റെ മകന് ഒരു മാസം 25 ലക്ഷം. അപ്പോഴേക്കും എന്റെ ലൈഫ് ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ളത്തോളം ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ സ്വരൂപിച്ച എന്റെ ബിൽഡിംഗിൽ നിന്ന് തന്നെ എനിക്ക് ഒരു മാസം 5 ലക്ഷം രൂപ റെന്റ് കിട്ടും. ടൈം ഫ്രീഡം. ഇന്ന് എനിക്ക് എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോവാം, ചൈനയിൽ പോവാം, ഹോങ്കോങ് പോവാം, ബെൽജിയത്തിൽ പോവാം, USA പോവാം, എവിടെ വേണമെങ്കിലും പോവാം. പണമുണ്ട്, ടൈമുണ്ട്. നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്തു TC ചാപ്പ ചോദിക്കോ? ഞാൻ ഒരിക്കലും ചോദിക്കില്ല. എവിടെ വേണമെങ്കിലും പോവാം. അപ്പൊ ടൈം ഫ്രീഡം കിട്ടും, മണി ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം. അതും കമ്പനിയുടെ 45% പാർട്ണർഷിപ്പ് കിട്ടും. നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ഏൺ ചെയ്യാം. സ്ട്രെസ് ഫ്രീ, റിസ്ക് ഫ്രീ ലൈഫ്. സ്ട്രെസ് ഇല്ല. രാജു, നീ ഇന്ന് എന്ത് ചെയ്തില്ല, ഈ മാസം ഇത്ര ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ പിരിച്ചുവിടും. ഉണ്ടോ? ചെയ്താൽ നിനക്ക് കമ്മീഷൻ കിട്ടും, ചെയ്തില്ലെങ്കിൽ നിനക്ക് കമ്മീഷൻ കിട്ടില്ല. സ്ട്രെസ് ഇല്ല, റിസ്ക് ഇല്ല. ഹാപ്പിനെസ്, ഹെൽപ്പിംഗ് അതേഴ്സ് വേൾഡ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഞാൻ പോയി എന്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഏർണിങ്സ് ഉണ്ടാവുമോ? എന്നെ സംബന്ധിച്ച് ഇനി എനിക്ക് ഏർണിങ്സിന്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് വരും. എന്റെ ലൈഫ് ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടായി അയാളുടെ ലൈഫിന് ഏർണിങ്സ് കിട്ടുമോ? അത് മാത്രമാണ് എന്റെ ചോദ്യം. பெனிஃபிட்ஸ் பிரீஃப்ல என்னன்னா ஒண்ணு இல்ல, முதல்ல சொன்ன விஷயம் தான் நம்ம கம்பெனியோட விஷயங்கள். இந்தியன் ப்ராடக்ட், அப்புறம் எல்லாமே வந்து ஹெர்பல் வெஜ் ப்ராடக்ட்ஸ், கெமிக்கல் ஃப்ரீ. அதே மாதிரி வந்து பாத்தீங்கன்னா நமக்கு ரிலேஷன்ஷிப் மத்தவங்க சார்ட்னா பாத்தீங்கன்னா கோழிக்கோட்ல இருந்து இன்னைக்கு சென்னைக்கு வந்து பாத்தீங்கன்னா 23 ஸ்டேட்லயும் வந்து இன்னைக்கு எல்லாரும் ஒரு ரிலேஷன்ஷிப்போட இருக்காங்க அப்படின்னா அது இந்த ஆர்சி கொடுக்கக்கூடிய ஒரு பெரிய ஆப்பர்ச்சுனிட்டி. அதே மாதிரி பாத்தீங்கன்னா ஜெனரேஷன்ஸ் சார் சொன்னா பாருங்க, நம்முடைய ரஞ்சித் சார் அவருடைய மாமனார் தான் அவருடைய கூட 20 வருஷமா இருந்தாரு. ஆனா ரஞ்சித் சார் அவருடைய மருமகன், அவர் இன்னைக்கு அந்த பிசினஸ் எடுத்து அப்படியே கண்டினியூ பண்ற அளவுக்கு ஜெனரேஷனுக்கு வந்து பிசினஸ் இருக்கு. நாளைக்கு அவருடைய பையன் வந்து பாத்தீங்கன்னா 25 லட்சத்துல இருந்து அவருடைய பிசினஸ் ஸ்டார்ட் பண்ணுவாரு. அவருடைய பையன் வந்து வேற எது படிச்சிருந்தாலும் இன்னைக்கு அவருக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுக்குற ஒரு ஜெனரேஷனல் பிசினஸ் இருக்குது. அதே மாதிரி பாத்தீங்கன்னா டைம் ஃப்ரீடம். சார் சொன்ன மாதிரி வந்து நீங்க எந்த நேரம் வேணாலும், சார் சொன்ன நைட் 11 மணி வரைக்கும் அவர் கடையில இருப்பாரு. ஏன்னா ஆசியமா லைஃபா எடுத்து பண்ணிட்டு இருக்காரு. நாமளும் அதே மாதிரி எடுத்தோம்னா இந்த மாதிரி ஒரு வாழ்க்கையை வாழ முடியும். அதே மாதிரி பினான்சியல் ஃப்ரீடம். கம்பெனி 45% பார்ட்னர்ஷிப் சொல்றாங்க. கம்பெனியுடைய மாலிக் நாம, ஓனர்ஸ் நாம, அந்த 45% இன்கம் நமக்கு கம்பெனி கொடுக்குது. அதே மாதிரி ஸ்ட்ரெஸ் ஃப்ரீ, ரிஸ்க் ஃப்ரீ. என்னது, யாரையும் இது பண்ண வேண்டிய அவசியம் இல்லை. உங்களுக்கு வருமானம் வேணுமோ நீங்க வேலை செஞ்சா உங்களுக்கு வருமானம் வரும். யாரையும் பாஸ் மாதிரி வேலை வாங்க வேண்டிய அவசியம் இல்ல. யாரையும் டார்கெட் கொடுத்து நீ அதை பண்ணி இதை பண்ணி சொல்ல வேண்டிய அவசியம் இல்ல. வருமானம் வேணுங்கிறவங்க அவங்க இதுல ஒர்க் பண்ண போறாங்க. அதே மாதிரி ஹாப்பினஸ் இன் ஹெல்பிங் அதர்ஸ். பாருங்க, தன்னுடைய வாழ்க்கை வரலாற நம்ம எல்லாருக்குமே சொல்லி, நான் இந்த மாதிரி செஞ்சேன், இன்னைக்கு இப்படி இருக்கேன், நீங்களும் பண்ணா நீங்களும் என்ன மாதிரி வரலான்னு தன்னுடைய வாழ்க்கை வரலாறு நமக்கு முன்னுதாரணமா சொல்றதுக்கு சார் இங்க வந்து நமக்கு ஹெல்ப் பண்றாங்க. எஸ்.